നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാനഡ വിസയുടെ കുറച്ച് റൂൾസും ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് വന്ന ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു, ഇപ്പോൾ കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ളൊരു എന്താ പറയുന്നത് ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ വിദ്വേഷം ഇങ്ങനെ കൂടി വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തു, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒരു ലാഘവത്തോട് പറഞ്ഞു പോകാതെ അത് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ഇഷ്യൂ ആണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിയൊരു ഡീറ്റെയിൽ കമൻറ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു ഞാനെക്കുറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ അതുപോലെ ഒരു നല്ലൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ ഈ ഒരു വിദ്വേഷം ഇങ്ങനെ കൂടാൻ ഒരു കാരണം പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ അതിപ്രസരം തന്നെയാണ്. ആക്ച്വലി അറിയാമല്ലോ, നമ്മൾ കോവിഡ് മുതൽ ഒത്തിരി ഇൻവിറ്റേഷൻസ് ഒക്കെ കൊടുത്ത് സ്റ്റുഡൻസ് ഒക്കെ കണ്ടുപോകാനും വന്ന സമയമൊക്കെ ഉണ്ട്. ഏകദേശം എക്സ്പ്രസ് എൻട്രി തുടങ്ങിയ സമയം തൊട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യക്കാർ കൂടുതൽ വരാൻ തുടങ്ങിയത്. ഞങ്ങൾ വന്നത് 2015 ഞങ്ങൾ 2014 എക്സ്പ്രസ് എൻട്രി അല്ലായിരുന്നു, അതിന് പഴയ സിസ്റ്റത്തിലൂടെ വന്നത്. അപ്പോൾ 2015 മുതലാണ് എക്സ്പ്രസ് എൻട്രി പ്രാബല്യത്തിൽ വന്നത്. അന്ന് മുതൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി, ഒത്തിരി ഇന്ത്യക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ GTA ഗ്രേറ്റർ ടൊറൻഡോ ഏരിയയിലാണ് കൂടുതലും കാനഡ ഇന്ത്യക്കാർ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് BC ബ്രിട്ടീഷ് കൊളംബിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് പറയാനാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് ഈ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, അതല്ല ഈ എന്താ പറയുക ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം നമ്മുടെ ഭാഗത്തെ തെറ്റുകളൊക്കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് തന്നെയാണ് എക്സാമ്പിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഞാനിപ്പോൾ ന്യൂസുകളിൽ കണ്ടതും റീലുകളിലും വീഡിയോയിലും ഒക്കെ കണ്ടതും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് ഓർമ്മ വരുന്നത് അതിനെ എന്നെ ഇരുത്തിയേക്കുന്നത് കാരണം പുള്ളിക്ക് ഓർമ്മ വരത്തില്ലെന്നും പറഞ്ഞു. ഇപ്പോൾ കുറേ ഉണ്ട്. സത്യം പറഞ്ഞാൽ റെഡിറ്റിലൊക്കെ ഒരു എന്താ പറയുക ലിങ്ക് ഉണ്ട്. അതിനകത്ത് ഫുൾ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഹേട്രഡാണ്, ഫുൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും എന്തുമാത്രം ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്സും അതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ റേസിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ US കാണുന്ന പോലെ അങ്ങനെ ഓപ്പണായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ട്, അത് നമുക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം അത് എനിക്ക് തോന്നുന്നു കുറേ നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ലൈക്ക് ഇപ്പം ഈയിടയ്ക്ക് ഒരു പുള്ളി വീഡിയോ ഇട്ടേക്കാണ്, പിന്നെ ഹാക്ക് ടു സേവ് മണി എന്നും പറഞ്ഞ് ഇട്ടേക്കുവാണ്. അതായത് ഇപ്പം കടകളിൽ ഇപ്പോൾ ഈ ആപ്പിൾ തന്നെ ഇപ്പം വില കൂടിയ ആപ്പിളുണ്ട്, വില കുറഞ്ഞ ആപ്പിളുണ്ട്. അപ്പോൾ ഈ പുള്ളി ഒരു ഹാക്കായിട്ട് ഭയങ്കര മിടുക്കനായിട്ട് പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ആണ്. ഈ വില കുറഞ്ഞ ആപ്പിളിൻ്റെ സ്റ്റിക്കർ എടുത്ത് വില കൂടിയ ആപ്പിളിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ബാർകോഡ് ഒട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തന്നെ സെൽഫ് ചെക്കൗട്ട് ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ പൈസ സേവ് ചെയ്യാം. അതെ, ഇത് ഹാക്കല്ല, ഇത് ശരിക്കും ഒരു സ്റ്റീലിംഗ് തന്നെയാണ്. ഇതൊക്കെ കള്ളത്തരം. ഇതൊക്കെ യൂട്യൂബില് വീഡിയോ ആക്കി ആളുകൾ ഇടും, വ്യൂവും കിട്ടും. പക്ഷെ ഇത് നമ്മളെ തന്നെ നാണം കെടുത്തുമല്ലേ. ഇതുപോലെ വേറെ ഇത് പിന്നെ ഇതേപോലെ ഒരു കുറച്ചാൾ മുന്നേ ഒരു ഫുഡ് ബാങ്കിന്റെ ഒരു പരിപാടി. നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നമ്മൾ പൈസ ലാഭിക്കാൻ പറ്റുമോ അവിടെ ലാഭിക്കാൻ നോക്കുന്നവരാണല്ലോ നമ്മൾ. ഞാൻ എല്ലാവരും ജനറലൈസ് പറയല്ല, കുറെ പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാര്യം ഫുഡ് ബാങ്കിൽ എല്ലാവരും അത് ശരിക്കും ഈ ഡൊണേറ്റ് ചെയ്യുന്നതാണ്, ഫുഡ്സ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ ഇൻകം വളരെ കുറവുള്ളവരും ഒക്കെ ആയിട്ട് അവർക്ക് പോയിട്ട് ഫുഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത്. സവാള, ഗ്രോസറി ഐറ്റംസ് എല്ലാം കിട്ടും, മാഗി നൂഡിൽസ് എല്ലാം കിട്ടും. പൈസ കൊടുക്കണോ? നമ്മളിതൊരു യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. അല്ല, വന്ന സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ വന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് ബാങ്ക് ഉണ്ട് നല്ലതാണ്, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അവിടെ ഇങ്ങനെ പലരും ഡൊണേറ്റ് ചെയ്യുന്ന ഫുഡാണ്. അതുപോലെ ഈ ഫുഡ് കിട്ടാൻ വിഷമിക്കുന്നവർക്കൊക്കെയുള്ള ലോ ഇൻകത്തിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്. അപ്പോൾ ഒരാൾ ഇതുപോലെ ഒരു TD ബാങ്കിൽ എന്തോ ജോലി ചെയ്തൊരു പുള്ളിയാണ് തോന്നുന്നത്, ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് ഫുഡ് ബാങ്ക് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിലെന്തോ ഹാക്കൊക്കെ കാണിച്ചുകൊണ്ട് ഫുഡ് ബാങ്കിൽ പോയി ഫുഡ് ഫ്രീ ആയിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞത്. അത് അർഹത ഉള്ളവരിലേക്ക് എത്തേണ്ട സാധനമാണ് അത്, ഫുഡ് ബാങ്കിലുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പൊ അതും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതും ഇതുപോലെ ഓരോരുത്തർ പൊക്കിക്കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ടി ഡിന്ന് പിന്നെ ഇറക്കി വിട്ടെന്ന് കേൾക്കുന്നു. പിന്നെ ചിലർ പറഞ്ഞ് ടി ഡിയിലല്ല വർക്ക് ചെയ്യുന്ന. എന്തായാലും നാണം കിടാനുള്ളത് നാം കേട്ടിട്ടുണ്ട് നല്ലപോലെ. അങ്ങനെ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട് ആക്ച്വലി. പിന്നെ TTCയിലെ ഇത് ഇതേപോലെ അതും ഇതുപോലെ ഹാക്ക്, ഇതെല്ലാം ഹാക്ക് എന്നും പറഞ്ഞ ആളുകൾ ഇടുന്നു, യൂട്യൂബേഴ്സ് ഇടുന്നു. അത് എന്താണെന്ന് വെച്ചാൽ TTC നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ പൈസ ഇട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അത് എന്തോ ഒരു ഹാക്ക് പോലെ പുള്ളി കാണിച്ചേക്കും. ഇങ്ങനെ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തോ സെൻസ് ഇട്ടാൽ മതി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി. അത് അഗൈൻ അതും ഒരു പ്രിവിലേജ് പോലെ കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അതല്ലാതെ ചിലരിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പൈസ തികഞ്ഞ കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സ് കളഞ്ഞു പോയി, അങ്ങനെ എന്തെങ്കിലും ഉള്ള പോലെ സെൻസ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ അതൊരു പ്രിവിലേജാ. അത് പുള്ളി കാണിക്കുന്നത് മിസ്യൂസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇടുന്ന വീഡിയോസ് എല്ലാം ഇന്ത്യക്കാരാണ്. ആക്ച്വലി ഈ പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തുകാർക്ക് അത് പരിചയമില്ലാത്ത കുറച്ച് ഹാബിറ്റ്സ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഇവിടെ ഉള്ളവർക്കും ദേഷ്യം വരുന്നത്, നമുക്ക് ഇന്ത്യക്കാർക്കെതിരെ കൂടുതൽ ഹെയ്റ്റ് വരുന്നതും ഒക്കെ തന്നെ. പിന്നെ അത് മാത്രമല്ല, എല്ലായിടത്തും നോക്കുമ്പോഴും ഇന്ത്യക്കാരാണ് ജോലിക്കൊക്കെ. ഇപ്പം ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ എവിടെ നോക്കുവാണെങ്കിലും എല്ലായിടത്തും ഇന്ത്യക്കാരനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളവർക്കും ഇച്ചിരി കുരു പൊട്ടുന്ന ഒന്നാമത്തെ കാര്യം. അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന, എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൺട്രിയെ റെപ്രസെൻറ്റ് ചെയ്യും. നമ്മളപ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എന്തും ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഗുജറാത്തി, പഞ്ചാബി, മലയാളി അങ്ങനെ ആയൊന്നും നോക്കത്തില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഈവൻ ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരും ബ്രൗൺസ് എല്ലാവരെയും ഇന്ത്യക്കാരായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ രാജ്യത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പം തന്നെ ഞങ്ങൾ ബ്രാംപ്ടൺ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഭയങ്കര പാടായിരുന്നു. കാരണം ദിവാലി വരുമ്പോഴാണ് പടക്കം പൊട്ടിയിരും, ഭയങ്കര ആവുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവേ ഫയർ വർക്ക്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ത്യയിൽ അത് പൊതുവേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ അതൊരു പബ്ലിക് ഹോളിഡേ ഒന്നും അല്ല. അപ്പൊ ഇത് വെളുപ്പങ്കാലം വരെ ഈ പടക്കം പൊട്ടിക്കുന്നതും അതൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്തൊക്കെ ദീപാവലിക്ക് 2-3 ദിവസം മുന്നേ ഈ ഫയർ വർക്ക്സ് തുടങ്ങിയിട്ട് വൈകുന്നേരം തുടങ്ങി വെളുപ്പങ്കാലം വരെ ഉള്ള പരിപാടിയാണ്. എനിക്ക് ഇഷ്ടമായിരുന്നു, ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു, അന്നും കുറ്റമായിരുന്നു. കേരളത്തിലൊക്കെ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ ഫയർ വർക്ക്സും ഒക്കെ. പക്ഷെ ബാംഗ്ലൂരും സൈഡ് അവിടെയൊക്കെ നോർത്തിലോട്ടൊക്കെ പോകണൊക്കെ ഇത് തന്നെ പരിപാടി വൈകുന്നേരം തുടങ്ങിയിട്ട് വെളുപ്പങ്കാലം വരെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇവിടെ അത് ചെയ്യുമ്പോൾ എനിക്കത് തെറ്റായിട്ട് തോന്നുന്നു. കാരണം നമുക്കത് പബ്ലിക് ഹോളിഡേ. ആക്ച്വലി ആ ഒരു കൾച്ചർ ഇവിടും കുറച്ച് പേര് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തൊട്ടത് ബാൻ ചെയ്തു പറഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫയർ വർക്ക്സ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ എന്തൊക്കെ റൂൾ വന്നു. അപ്പോൾ പക്ഷെ സ്റ്റിൽ എന്നാലും കുറച്ച് പേര് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ ദീപാവലി സമയത്താണ് സത്യം പറഞ്ഞാൽ കൂടുതൽ 911 കുറെ കോള് ചെല്ലുന്നത്. ആ സമയത്ത് നോക്കിയാൽ മതി, ഫേസ്ബുക്ക് മുഴുവൻ ചീത്തവിളിയായിരിക്കും. ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ കാണുമ്പോൾ വിഷമം വരും. കാരണം അപ്പം ഇതിനെതിരെ കുറെ ഇതിന് പറയുന്നൊരു വേർഡുണ്ട്, കീബോർഡ് വാരിയേഴ്സ്. ഭയങ്കര വഴക്കും ബഹളവും ഭയങ്കരമായിട്ട് മറുപടിയൊക്കെ ഇന്ത്യക്കാർ നന്നായിട്ട് പറയും. പക്ഷെ നമ്മുടെ ഭാഗത്തും ഉണ്ടല്ലോ തെറ്റ്. അതെ, ഇന്ത്യക്കാർക്കെതിരെയുള്ള തെറിയുടെ ഒരു ദീപാവലി ആയിരിക്കും അന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. പിന്നെ ഈ ഫയർ വർക്ക്സ് ആക്ച്വലി ഇവിടുന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഫയർ വർക്ക്സ് ഇല്ലെന്നല്ല ഉണ്ട്. ഇവിടെ നമുക്ക് കാനഡ ഡേക്കും ഒക്കെ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. അത് പബ്ലിക് പാർക്കുകളിലൊക്കെ ആയിരിക്കും, വലിയ ഓപ്പൺ സ്പേസിലൊക്കെ ആയിരിക്കും നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ വീടുകളെല്ലാം നമുക്ക് അറിയാമല്ലോ മൊത്തം തടിയാണ്, ഈ ഡ്രൈ ബോർഡും ഒക്കെ വെച്ചിട്ടുള്ള തടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പാർക്ക് മതി എല്ലാം കൂടെ കത്തിപ്പോകാൻ വേണ്ടി. ദീപാവലിയുടെ സമയത്ത് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്, വീടുകളൊക്കെ കത്തിപ്പോയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഈ പൂത്തിരി കത്തിക്കുന്നതും ഇങ്ങനെ വാണം പിടുന്നതും പടക്കം പൊട്ടിക്കാനൊന്നും പരിപാടി ഇവിടെ നടക്കത്തില്ല. അത് ഇച്ചിരി ഡേഞ്ചറാണ് ഇവിടെ. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ മലയാളികൾക്ക് നമുക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഈ നോർത്ത് സൈഡിലുള്ളവരെ കുറ്റം പറയുക എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഈ ഇവിടെ ഉള്ളവർ ഇന്ത്യക്കാരെ തെറി പറയുകയാണെങ്കിൽ നമുക്കൊരു പൊതുവെ ഒരു പറയും, ഇത് നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ പഞ്ചാബികൾ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അല്ല, അവർ മാത്രമല്ല, നമ്മളും ഒട്ടും ഇതിലല്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവിടെ ടൊറൻറ്റോ ഡൗൺ ടൗണിൽ ഒരു കിടിലൻ ഒരു ഓണാഘോഷ പരിപാടിയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു കാനഡയിൽ അങ്ങനെ ഒരു ഓണാഘോഷം നടന്നത്. മഹാ ഓണം എന്നായിരുന്നു പേര്. അവർ നമ്മുടെ ഒരു സ്ക്വയറിൽ, നാഥൻ ഫിലിപ്പ് സ്ക്വയറിലാണ്, എനിക്കറിയില്ല എവിടെയാണ്, പക്ഷെ എന്തായാലും ഞാൻ പോയില്ലായിരുന്നു.
അപ്പോൾ നല്ല രീതിയിൽ നല്ല രസമുണ്ട്. ഓണം നമ്മുടെ കലാപരിപാടികളും വടംവലിയൊക്കെ വെച്ച് നല്ല കിട്ടുന്ന ഓണാഘോഷമൊക്കെ ആയിരുന്നു. അത് അവർ പെർമിഷനൊക്കെ എടുത്ത് നടത്തിയ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂരി അടി നടന്നു. അപ്പോൾ അതോ ആരോ എടുത്ത് ഇതുപോലെ ഭയങ്കര വൈറലായി. ഞങ്ങൾ പോയില്ലായിരുന്നു അതിന്, പക്ഷെ നമ്മളറിഞ്ഞു. അപ്പം അത്രമാത്രം റീച്ചായി ഒരു പുള്ളി. ഞാൻ നോക്കിയപ്പോൾ ആ പുള്ളി സ്ഥിരമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള ഈ വീഡിയോസ് ഇടുന്ന ആളാണ്. പുള്ളി ഫുൾ ട്രോളും അയാൾ ഇന്ത്യക്കാര് നടക്കുന്നത്, തലകുലുക്കി സംസാരിക്കുന്നത്, അതിനൊക്കെ ചുമ്മാ ട്രോളുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ വീഡിയോ കിട്ടിയപ്പം അയാളത് വെച്ച് ആഘോഷിച്ചു. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ കല്യാണത്തിന് പപ്പടം കിട്ടാത്തതിനും ഐസ്ക്രീം കിട്ടാത്തതിനും അടി ഉണ്ടാക്കുന്ന ടീമാണ്. അപ്പം ഇതുപോലെ ഇവിടുത്തെ പരിപാടിക്കും അടി ഉണ്ടാക്കിയില്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നമ്മൾ മലയാളികൾ തൊട്ടും പിന്നിലല്ലെന്ന് പറയുന്നത്. കാര്യം ഞാൻ പറയാൻ കാര്യം ഇപ്പോൾ സ്ഥിരം ഇടയ്ക്ക് വരുന്നൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ വരുന്നൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഈ ഡൗൺ ടൗണിൽ കുറേ പഞ്ചാബികൾ പോയിട്ട് ഈ അവരുടെ ബെല്ലെ ഡാൻസ് ഈ വീക്കെൻഡുകളിൽ പോയിട്ട് ഭയങ്കര അവരുടെ വീക്കെൻഡുകളിൽ പോയിട്ട് കളിക്കുന്ന ഒരു വീഡിയോ സ്ഥിരം വരുമായിരുന്നു. അപ്പോൾ അവൻ്റെ അടി താഴെ കുറെ ഹേറ്റ് കമന്റ്സ് ഒക്കെ വരും. ഫീൽ ദ സ്മെൽ, അല്ലെങ്കിൽ ഇമാജിൻ ദ സ്മെൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് വന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് പുതിയതായിട്ട് ജോലി കിട്ടി. അപ്പം ഞങ്ങൾ ബേസ്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പം ബേസ്മെന്റിലാവുമ്പം നമ്മൾ കിച്ചൺ ഹോളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച. അപ്പം ഞാൻ രാവിലെ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പം എനിക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഡ്രസ്സിലും ഒരു സ്മെല്ലുണ്ട്, കറിയുടെയും മസാലയുടെയൊക്കെ സ്മെല്ലുണ്ട്. അത് എനിക്കറിയത്തില്ലായിരുന്നു. അതുമല്ല അന്ന് ഓഫീസിൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ പെർഫ്യൂമൊന്നും സ്ട്രോങ് പെർഫ്യൂം, ചിലർക്ക് അലർജി ഉണ്ട്, അപ്പോൾ സ്ട്രോങ് പെർഫ്യൂം അടിച്ച് വരരുതെന്ന് അതിങ്ങനെ എന്തോ പറഞ്ഞതായിട്ട് ഓർമ്മ. ഞാൻ പുതിയതുമാണല്ലോ. അപ്പോൾ എൻ്റെ മാനേജർ അവർ ഭയങ്കര റെസ്പെക്ട്ഫുള്ളിയാണ്, എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് എന്നോട് ചോദിക്കണ്ടേ, നീ രാവിലെ ഇന്ത്യൻ കറീസൊക്കെ മേക്ക് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ. അപ്പം എനിക്ക് ദൈവമേ എൻ്റെ ഉടുപ്പേ മണം വരുന്നുണ്ടല്ലോ. ബേസ്മെന്റ് താമസിക്കുമ്പോഴത്തെ ഒരു പ്രശ്നമാണ് അത്. കാരണം അത് ഇച്ചിരി ക്ലോസ് സ്പേസ് അല്ലേ. അപ്പം നമ്മൾ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ അത് മണം വരും. അപ്പം നമുക്കത് പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്ത്യൻ ഫുഡിൻ്റെ സ്മെല്ല് പ്രശ്നമല്ല. പക്ഷെ മറ്റ് ഇവർക്ക് അത് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം മറ്റുള്ളവർ. ഇപ്പം ഇവർ എന്നോട് ഒരു കുറ്റമായിട്ടൊന്നുമല്ല പറഞ്ഞു, പക്ഷെ അത് എനിക്ക് മനസ്സിലായി. പിന്നെ തൊട്ട് ഞാനത് മനസ്സിലാക്കി നേരത്തെ കുക്ക് ചെയ്തിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോകാൻ തുടങ്ങി. അല്ലെങ്കിൽ പെർഫ്യൂം അടിക്കുക, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലടിക്കുന്നത്, എങ്ങനെയാണ്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. നമ്മളപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വേറൊരു സംഭവം നടന്നു. അത് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീലായിട്ടും ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു ഡോർഡാഷ് വഴി ഒരു പുള്ളി ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തപ്പം അതിനകത്ത് അവരുടെ വീട്ടിൽ കൊച്ചു മോനുള്ള ഒരു ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജ്യൂസ് ഡ്രൈവർ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്ന ടൈമിൽ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ജ്യൂസിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് തുപ്പിയിട്ട് കൊണ്ടുകൊടുത്തു. അപ്പോൾ അത് അവർ ക്യാമറയിൽ കണ്ടത് അവരുടെ കാര്യം. ക്യാമറ കാണാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി അവരുടെ ആപ്പിൽ നോട്ടിഫിക്കേഷൻ കിട്ടി ഇവനോട് എത്തിയെന്ന്. പക്ഷേ ഈ ഫുഡ് എത്തുന്നില്ല വീട്ടിൽ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ക്യാമറ വഴി നോക്കിയപ്പോൾ അവനെ കൂടെ ഇറങ്ങി വരുന്നത് ഇതാണ് അവർ കണ്ടത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് ഡോർഡാഷ് പുള്ളിയെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പക്ഷേ ഈ പുള്ളിക്കും ഒരു ഇന്ത്യൻ ഫേസ് ആണ്, ഒരു സ്കിൻ കളറും എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബ്രൗൺ ആളുകളെ പോലെ ഒരാളാണ്. പക്ഷേ പുള്ളി ഇന്ത്യൻ ആണോ ബംഗ്ലാദേശിയാണോ ശ്രീലങ്കനാണോ പാകിസ്ഥാനിയാണോ നമുക്കറിയത്തില്ല. പക്ഷേ ജനറലൈസ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇതും ഒരു സംഭവമാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികൾ വന്നിട്ട് ഇതുപോലെ പല പരിപാടികളും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ദേഷ്യമുണ്ടല്ലോ. ഇവർ പലയിടത്തും കയറി ഇടപെടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും എല്ലാം നമ്മൾ ഉണ്ടാകുന്നൊരു ദേഷ്യമുണ്ടായി. ഇവരെല്ലാം അതും ബംഗാളികളെന്നല്ല, അവർ നോർത്തിൻ്റെ പല സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. അവരെല്ലാവരെയും നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അതെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവർ വന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പലയിടത്ത് കടന്നുകൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിവിടെ കാണിക്കുന്നത്. ഇവരുടെ നാട്ടിൽ വന്നിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിക്കുന്നു. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഇവിടെ അവർ നമ്മളെ ഇത് ചെയ്ത് വെച്ചേക്കൊന്നും അല്ല. നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം കാനഡയിലെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമാധാന പ്രിയരാണ്, സമാധാനമായിട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പം ഒരു ചെറിയ ജസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മള് എന്തിനും ഏതിനും സോറിയും ഇപ്പൊ നമ്മളൊന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവിടെ ഞങ്ങളുടെ കമ്പനി ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ, ഓഫീസിൽ നല്ല പൊതുവെ ഇവിടെ ഇപ്പം നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ആളുകൾ നമുക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്യും. ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറാണ്. അതേപോലെ നമ്മളൊരു ക്യൂ നിൽക്കുകയാണെങ്കിൽ സ്പേസ് ഇട്ട് നിൽക്കുക, ഇതൊക്കെ ഇവിടുത്തെ രീതിയാണ്.
പക്ഷെ ഞാൻ പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന പാറ്ററിലായിരുന്നു. അന്നൊക്കെ ഞാൻ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ ദൈവമേ ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല, ഒരു ഇടിച്ച് തെള്ളി ആകെ മൊത്തം ബഹളമായിരുന്നു, ഫുള്ള് ഒരു. അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ എനിക്കിങ്ങനെ തോന്നുന്നെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഇത് എത്രത്തോളം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ. നമ്മളെ കുറ്റങ്ങളുടെ കാര്യമില്ല, നമ്മുടെ ജീനിൽ ആക്ച്വലി അത് അങ്ങനെയാണ്. പല കാര്യങ്ങളും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ക്യൂ നിന്നൊന്നും അല്ലെങ്കിൽ ലൈനിൽ നിന്നൊന്നും ബസ് കയറാനൊന്നും അറിയത്തില്ല. നമുക്ക് ഇടിച്ച് കയറിയാലോ, അല്ലെങ്കിൽ നേരത്തെ വെളിയിൽ നിന്ന് തുവാലയിട്ട് സീറ്റ് പിടിച്ച് കയറുന്ന പരിപാടിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ജീനിലുള്ളതാണ്, നമുക്ക് അങ്ങനെ ആരെയും കുറ്റപ്പെടേണ്ട കാര്യമില്ല. നമ്മളങ്ങ് എല്ലാം കൊണ്ടും തികഞ്ഞവരാണെന്നല്ല, നമ്മളെ ചീത്ത വിളിക്കുകയും ചെയ്യുമായിരിക്കും. എന്നാലും ഞാൻ പറയുക നമ്മളെല്ലാം കൊണ്ടും തികഞ്ഞവരല്ല. പക്ഷെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പം ഈ ഡോർ തുറന്നു പിടിക്കുന്ന കാര്യമൊക്കെ ഞങ്ങളിതിപ്പോൾ പഠിച്ച കാര്യമാണ്, ഞങ്ങളിപ്പോൾ എപ്പോഴും ചെയ്യും. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ആളുകളെയും ഞങ്ങളും ചെയ്യും. അപ്പം നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്നവരും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളല്ലേ ഇത്. അതുപോലെ ക്ലീനാക്കി സ്ഥലങ്ങൾ വെക്കുക, വഴിയിലൊന്നും ഓരോ സാധനങ്ങൾ ത്രോ ചെയ്യുക. ഞാനിത് പറഞ്ഞപ്പോഴോർത്ത് ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ട്, അത് പുള്ളിക്കാരി ഗാർബേജൊക്കെ കൊണ്ടുപോയിട്ട് ലേക്കിലൊക്കെ കൊണ്ട് കളയുന്നു. അപ്പോൾ ആരോ ഇതേപോലെ ഇവിടുത്തുകാരാണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോ ഇട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. കണ്ടിടത്തൊക്കെ കൊണ്ടുപോയി ഗാർബേജ് കളയലും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ആരും ചെയ്യാറില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ ഈ ഇപ്പം വർക്ക് പെർമിറ്റിലും സ്റ്റുഡൻറ് വിസയിലും ഒക്കെ പുതിയ റൂൾസും റെഗുലേഷൻസും ഒക്കെ വന്നല്ലോ. അപ്പോൾ വർക്ക് പെർമിറ്റ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഇതൊക്കെ വന്നപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. വർക്ക് പെർമിറ്റ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, PR-ന്റെ ഒക്കെ ഉള്ള പാത്ത് എളുപ്പമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പ്രൊട്ടസ്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ന്യൂസും ഒക്കെ ആയി. പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് തോപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് അത് മെഗാനി കുറെ പഞ്ചാബി പിള്ളേർ ഇത് പ്രൊട്ടസ്റ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ നോർത്തിൽ നിന്ന് വരുന്നവർ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കടന്നു കൂടുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ ഇവർക്കും ഇവിടെ. നമ്മുടെ ഭാഗത്തും തെറ്റുമുണ്ട്, പിന്നെ അവരുടെ ഭാഗത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ടില്ലെന്നല്ല. പൊടിക്ക് കിട്ടുമ്പോഴത്തേക്ക് അവരതിൽ കയറി മെയ്യുന്നതാണ്. അവരുടെ ഉള്ളിലും റേസിസം ഉണ്ട്, പിന്നെ എല്ലാവരുടെ ഉള്ളിലും റേസിസം ഉണ്ട്, ഇവിടെ ഉള്ളവരുടെ മാത്രമല്ല. അപ്പം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, നമ്മൾ മലയാളികളുടെ ഉള്ളിലും ഉണ്ട് റേസിസം. അത് നമ്മളും ബാക്കിയുള്ള സംസ്ഥാനത്തുള്ളവരെ അഭിസംബോധന ചെയ്യുന്നതും എല്ലാം പറയുന്നൊന്നുമില്ല. പെരുമാറുന്നതൊക്കെ കണ്ടാൽ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ റേസിസം. അപ്പൊ നമ്മൾ അത് കണ്ടും കേട്ടും നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിലൂടെ ജീവിക്കുക, അത്രയും പറയുന്നത്. അങ്ങനെയാണ് നല്ല ഒരു രാജ്യമാണ് കേരള. ഇപ്പൊ ഈ റേസിസം ഉണ്ടെന്ന് പറഞ്ഞാലും ആരും നമ്മളെ ഇട്ട് ഭരിക്കാനോ നമ്മളെ നേരിടി എല്ലാം കീബോർഡിലുള്ള പരിപാടികളേ ഉള്ളൂ. ആരും വന്ന് ഞങ്ങളുടെ ഇതുവരെ ഞങ്ങൾ നേരിട്ടുള്ള അപ്രോച്ച് പരിപാടിയൊക്കെ കുറവാണ്. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ളതാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതൊരു ജസ്റ്റ് ആ കമന്റിന്റെ ബേസിൽ ഞാൻ ചെയ്യാൻ വെച്ച വീഡിയോ ആണ്. കാര്യം ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി. ഞാൻ ചെയ്യേണ്ട ആക്ച്വലി സമയം കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ കമന്റും പുള്ളിക്ക് ഞാൻ പ്രോമിസും കൊടുത്തു ഇതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഈ വീഡിയോ ഇവിടെ ചേർത്താം. അതേപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എന്തെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വേറൊരു വീഡിയോ കാണാം. ബൈ.